ഘോഷയാത്ര കഴിഞ്ഞ് ദുര്യോധനൻ രാജധാനിയിൽ തിരിച്ചെത്തി. ഒരു ദിവസം ഭീഷ്മർ ദുര്യോധനനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു: ഉണ്ണി, തപോവനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ഈ യാത്ര അത്ര നല്ലതല്ലെന്ന്, ഈ ഉദ്യമം നിനക്ക് ചേർന്നതല്ല എന്നും ഞാൻ പറഞ്ഞില്ലേ? അത് കേൾക്കാതെ നീ പോയതുകൊണ്ടാണ് നിന്റെ ശത്രുക്കൾ നിന്നെ പിടികൂടുകയും ധർമ്മജന്റെ സഹായത്തോടെ പാണ്ഡവന്മാരെ കൊണ്ട് നിനക്ക് മോചനം സിദ്ധിച്ചതും. അതിനെപ്പറ്റി ഇപ്പോൾ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിന്റെയും നിന്റെ സൈന്യത്തിൻ്റെയും മുൻപിൽ വെച്ച് ആ യുദ്ധത്തിൽ ഗന്ധർവന്മാരെ ഭയപ്പെട്ട് ഓടിപ്പോയതല്ലേ ആ സൂതപുത്രൻ? നിന്റെ സൈന്യത്തോടു കൂടി ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ മഹാത്മാക്കളായ പാണ്ഡവന്മാരുടെയും സൂതപുത്രനായ കർണന്റെയും വിക്രമം നീ പ്രത്യക്ഷമായി കണ്ടില്ലേ? അർജുനനാണോ കർണനാണോ യഥാർത്ഥത്തിൽ വില്ലാളി വീരനെന്ന് നീ അപ്പോൾ മനസ്സിലാക്കിയില്ലേ? അസ്ത്രവിദ്യയിലോ ശൗര്യത്തിലോ ധർമ്മത്തിലോ പാണ്ഡവന്മാർക്കുള്ള പ്രശസ്തിയിൽ 4 ആളിൽ ഒരംശം പോലുമില്ല കർണന്. അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സന്ധികുശലനായ നീ നിന്റെ ശ്രേയസിന് വേണ്ടി മഹാത്മാക്കളായ പാണ്ഡവന്മാരോട് സന്ധി ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ കർണൻ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്. ഇപ്രകാരം ഭീഷ്മർ പറഞ്ഞപ്പോൾ ദുര്യോധനൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. ശകുനിയോടുകൂടി അവിടെ നിന്ന് അവൻ എന്നിട്ട് പോയി. അങ്ങനെ നടന്നു പോകുന്ന ദുര്യോധനനെ കർണനും ദുശാസനനും പിന്തുടർന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുരുപിതാമഹനായ ഭീഷ്മർ ലജ്ജാഭാരത്താൽ മനസ്സ് ഞെരുങ്ങി സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഭീഷ്മർ പോയതിന് ശേഷം ദുര്യോധനൻ മന്ത്രിമാരോട് കൂടി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആലോചന നടത്തി. ദുര്യോധനൻ പറഞ്ഞു: നമുക്ക് ശ്രേയസ് ഉണ്ടാവണം. എന്ത് ചെയ്താലാണ് ഉണ്ടാകുക അത്? ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യുവാൻ ബാക്കിയുള്ളത്? യഥോചിതം അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? നമുക്ക് വിഹിതമായത് എന്താണെന്ന് ചിന്തിച്ചറിഞ്ഞുകൊണ്ട് നാം അത് ചെയ്യണം. ഇങ്ങനെ പറയുന്ന ദുര്യോധനനോട് കർണൻ പറഞ്ഞു: അല്ലയോ ദുര്യോധന, നമ്മെ എപ്പോഴും നിന്ദിക്കുകയും പാണ്ഡവന്മാരെ എപ്പോഴും പ്രശംസിക്കുകയും ചെയ്യുന്നവനാണ് ഭീഷ്മർ. ഭവാനോട് ദേഷ്യം കൊണ്ട് ആ വൃദ്ധൻ എപ്പോഴും ദേഷിക്കുന്നു. ഭവാന്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഭീഷ്മർ എല്ലായ്പ്പോഴും നിന്ദിക്കുകയാണ് ചെയ്യുന്നത് ഭവാനെ തന്നെ. ഭീഷ്മന്റെ ഈ നിന്ദ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. പാണ്ഡവന്മാരെ സ്തുതിക്കുന്നതും ഭവാനെ നിന്ദിക്കുന്നതും കേട്ട് കേട്ട് മടുത്തു. രണ്ടും എനിക്ക് സഹിക്കുവാൻ കഴിയില്ല. എൻ്റെ വീര്യം എല്ലാവർക്കുമൊന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഭൃത്യന്മാരോടുകൂടി സൈന്യത്തോടും കൂടി വാഹനങ്ങളോടും കൂടി എന്നെ ഭവാൻ അയക്കണം. കാടുകളും മലകളും ഉൾപ്പെടെയുള്ള ഈ ഭൂമി മുഴുവൻ ഞാൻ വിജയിച്ച് വരാം. ബലശാലികളായ പാണ്ഡവന്മാർ 4 പേരും കൂടി ജയിച്ച ഭൂമിയെ, അതായത് യുധിഷ്ഠിരന്റെ രാജസൂയത്തിനായി ഭീമനും അർജുനനും നകുല സഹദേവന്മാരും ജയിച്ച ഭൂമിയെ ഞാൻ ഒറ്റയ്ക്ക് കീഴടക്കാം. ദുർബുദ്ധിയും കുരുകുലധമനുമായ ഭീഷ്മർ ഇതൊന്ന് കാണട്ടെ. നിന്ദ്യന്മാരെ പുകഴ്ത്തുകയും അനിന്ദ്യന്മാരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഭീഷ്മർ എൻ്റെ ബലം ഒന്ന് കാണട്ടെ. യാത്രയ്ക്കെന്നെ ഭവാൻ അനുവദിക്കണം. നിശ്ചയമായും വിജയം എനിക്ക് സിദ്ധിക്കും. ഞാൻ ഈ ആയുധം തൊട്ട് പ്രതിജ്ഞ ചെയ്യുന്നു. കർണന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ദുര്യോധനൻ മറുപടി പറഞ്ഞു: കർണ, ഞാൻ ധന്യനായിരിക്കുന്നു. സർവശത്രുക്കളെയും ഇല്ലാതാക്കുന്ന വീരനായ ഭവാൻ പുറപ്പെട്ടാലും. മഹാബലനായ ഭവാൻ എന്നും എൻ്റെ ഹിതം പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ ജന്മം സഫലം ആയിരിക്കുന്നു. ഭവാൻ പുറപ്പെടുക. ഭവാന് മംഗളം ലഭിക്കട്ടെ. വേണ്ടുന്നതെല്ലാം എന്നോട് ആജ്ഞാപിച്ചാലും. ദുര്യോധനന്റെ അനുപ്രജ്ഞ പ്രകാരം യാത്രയ്ക്ക് വേണ്ടുന്നതെല്ലാം കർണൻ ചെയ്തു. എല്ലാം തയ്യാറായപ്പോൾ കർണൻ മംഗളസ്നാനം ചെയ്തു. ശോഭനമായ നക്ഷത്രങ്ങളിൽ, ശുദ്ധമായ സ്ഥിതിയിൽ, പുണ്യമായ മുഹൂർത്തത്തിൽ, മംഗളദേവതത്തിൽ ദ്വിജന്മാരാൽ പൂജിതനായി വിജയാശംസകൾ കേട്ടുകൊണ്ട് ചരാചരാത്മകമായ ത്രൈലോക്യത്തെ രഥഘോഷങ്ങളാൽ മുഴക്കിക്കൊണ്ട് വില്ലാളി വീരനായ കർണൻ ദിഗ്വിജയത്തിനായി പുറപ്പെടുന്നു. വില്ലാളി വീരനായ കർണൻ
ആദ്യമായി പടയോടുകൂടി പോയത് രമ്യമായ ദ്രുപദപുരത്തിലേക്ക് ആയിരുന്നു. അവിടെ ചെന്ന് അവിടം വളഞ്ഞു. ആ വീരനായ ദ്രുപദനോട് ഭയങ്കരമായി പോരാടി അവനെ കീഴ്പ്പെടുത്തി. സ്വർണവും വെള്ളിയും പലതരത്തിലുള്ള രത്നങ്ങളും കപ്പമായി ദ്രുപദനെ കൊണ്ട് വെപ്പിക്കുകയും ചെയ്തു. പിന്നെ ദ്രുപദ രാജാവിൻ്റെ അനുഗാമികളായ മറ്റ് രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തുകയും അവരുടെ കയ്യിൽ നിന്നും കപ്പം വാങ്ങുകയും ചെയ്തു. അതിനുശേഷം വടക്കോട്ട് പോയി അവിടെയുള്ള രാജാക്കന്മാരെയും ഭഗദത്തനെയും പോരിൽ ജയിച്ചു. പിന്നെ രാധേയൻ മഹാശൈലമായ ഹിമാലയത്തിലേക്ക് കയറി. അവിടെ എല്ലാ ദിക്കിലും ചെന്ന് ആ പർവ്വതത്തിലെ സകല രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി അവരിൽ നിന്നും കപ്പം വാങ്ങി. നേപ്പാളത്തിൽ എത്തി അവിടുത്തെ രാജാക്കളെ ജയിച്ചതിന് ശേഷം വീരനായ രാധേയൻ മലയിറങ്ങി കിഴക്കോട്ട് പോയി. അവിടെ വങ്കം, കലിംഗം, ശുണ്ഠികം, മിഥില, മാഗന്ധം, കർക്കഖണ്ഡം, ആവശീരം, അയോധ്യ, അഹിക്ഷേത്രം എന്നീ രാജ്യങ്ങളെല്ലാം കർണൻ കീഴടക്കി. കിഴക്കൻ രാജ്യങ്ങളെയെല്ലാം ആക്രമിച്ച് സൂതപുത്രൻ കോസലം, ത്രിപുരി, വത്സഭൂമി, മൂർത്തികാവതി എന്നീ രാജ്യങ്ങളിലും ചെന്ന് കപ്പം വാങ്ങി. പിന്നീട് തെക്കോട്ട് ഇറങ്ങി പല മഹാരഥന്മാരെയും വിജയിച്ചുകൊണ്ട് കർണൻ രുക്മിയോട് എതിർത്ത് ഘോരമായി യുദ്ധം ചെയ്തു. ഒടുവിൽ രുക്മി കർണന് കീഴടങ്ങി ഇപ്രകാരം പറഞ്ഞു: രാജേന്ദ്രനായ കർണ, ഭവാന്റെ ബലവും വിക്രമവും കണ്ടുകൊണ്ട് ഞാൻ പ്രീതിതൻ ആയിരിക്കുന്നു. എൻ്റെ ക്ഷത്രധർമ്മം രക്ഷിക്കുവാനായി ഞാൻ ഭവാനോടുകൂടി പോരാടിയത്. ഭവാന് ഞാൻ ധാരാളം സ്വർണം പ്രീതിപൂർവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഭവാൻ അത് സ്വീകരിച്ചാലും. കർണൻ രുക്മിയോടുകൂടി തെക്കോട്ട് ഇറങ്ങി. പാണ്ഡ്യൻ, ശ്രീശൈലൻ, കേരളൻ, നീലൻ, വേണു എന്നീ രാജാക്കന്മാരിൽ നിന്നെല്ലാം കപ്പം നേടിയെടുത്തു. തെക്കൻ പ്രദേശത്തിലെ രാജാക്കന്മാരെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ട് ആ മഹാബലൻ ശിശുപാലപുത്രനെയും ആ രാജാവിൻ്റെ കൂട്ടുകാരെയും സാമം കൊണ്ട് അവന്തിയെയും കീഴ്പ്പെടുത്തി. അതിനുശേഷം വൃഷ്ണികളോട് ചേർന്ന് പശ്ചിമ രാജ്യങ്ങളെ ആക്രമിച്ചു. യവനന്മാർ, ബർബരന്മാർ മുതലായ പശ്ചിമവാസികളെയെല്ലാം കർണൻ യുദ്ധം ചെയ്ത് പരാജിതരാക്കി. അങ്ങനെ ഭൂമി മുഴുവൻ രാധേയൻ്റെ അധീനതയിൽ ആയി. മ്ലേച്ഛന്മാർ, വനവാസികൾ, പർവ്വതവാസികൾ, രോഹിതന്മാർ, ആഗ്നേയന്മാർ, ഭദ്രന്മാർ, മാളവന്മാർ എന്നീ ഗണങ്ങളെയും കർണൻ കീഴ്പ്പെടുത്തി. അങ്ങനെ ഭൂമി മുഴുവൻ പുരുഷവ്യാഘ്രനായ കർണന് കീഴിലായി. കപ്പമായി വാങ്ങിയ നിരവധി ധനത്തോടുകൂടി ഹസ്തിനാപുരത്തിലേക്ക് കർണൻ എത്തിച്ചേർന്നു. കർണൻ ദിഗ്വിജയം കഴിഞ്ഞ് മടങ്ങിയെത്തിയ കണ്ട് ദുര്യോധനൻ പിതൃബാന്ധവന്മാരോടുകൂടി എതിരേറ്റ് യഥാവിധി പൂജിച്ചു. യുദ്ധത്തിലുള്ള കർണന്റെ കഴിവ് ഏറെ പ്രശംസിച്ചു. ദുര്യോധനൻ പറഞ്ഞു: മഹാബാഹുവായ കർണ, ഭവാന് മംഗളം ഭവിക്കട്ടെ. ഭീഷ്മർ, ദ്രോണർ, കൃപർ, ബാൽഹീകൻ എന്നീ മഹാരഥികൾക്ക് സാധിക്കാത്ത മഹാകർമ്മമാകുന്നു ഭവാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹിതമെന്തോ അത് ഭവാൻ മുഖേന ഞാൻ നേടിയിരിക്കുന്നു. പാണ്ഡവന്മാരും മറ്റ് രാജാക്കന്മാരും ഭവാന്റെ 16-ൽ ഒരംശം പോലും യോഗ്യരല്ല. ഭവാൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും യശസ്വിനിയായ ഗാന്ധാരിയെയും അതിഥിയെ ഇന്ദ്രൻ എന്ന വിധം ഇപ്പോൾ തന്നെ ചെന്നു കാണുക. കർണന്റെ ഈ വിജയകരമായ വരവ് കണ്ട് നഗരവാസികൾ വിജയാഘോഷം മുഴക്കി. എന്നാൽ വിജയാഘോഷം മുഴക്കുന്നവരുടെ ഇടയിലും കർണനെ എതിർക്കുന്നവരും നിന്ദിക്കുന്നവരും ഉണ്ടായിരുന്നു. ചില രാജാക്കന്മാർ അവിടെ പ്രശംസിക്കുവാൻ പോയില്ല, നിന്ദിക്കുവാനും പോയില്ല, നിഷ്പക്ഷമായി നിന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് പർവ്വതങ്ങളും വനങ്ങളും അവയ്ക്കിടയിലുള്ള പ്രദേശങ്ങളും പത്തനങ്ങളും നഗരങ്ങളും നിറഞ്ഞ പല രാജ്യങ്ങളും ദ്വീപുകളും ജലപൂർവമായ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമി മുഴുവൻ ജയിച്ച് രാജാക്കന്മാരെ കീഴടക്കി അക്ഷയമായ ധനം കൈക്കലാക്കി സ്വന്തം പുരിയിലേക്ക് കർണൻ എത്തിച്ചേർന്നു. അങ്ങനെ വന്ന കർണൻ അന്തഃപുരത്തിൽ കടന്ന് ഗാന്ധാരി സമേതനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെ ചെന്ന് കണ്ടു.
പുത്രൻ അച്ഛനെ എന്ന വിധം ധൃതരാഷ്ട്ര മഹാരാജാവിനെ തൊഴുതു അവൻ. കാല് പിടിച്ച് വണങ്ങി. ധർമ്മജ്ഞനായ കർണനെ ധൃതരാഷ്ട്ര മഹാരാജാവ് വാത്സല്യത്തോടെ കെട്ടിപ്പുണർന്നു.